ഹായ് ഡിയേഴ്സ്, നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻ പ്രോസസ്സ് നീട്ടിരുന്നു. ഞാൻ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ അത് ഷെയർ ചെയ്തിരുന്നായിരുന്നു. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. ഇവിടെ ഞാൻ പറയാൻ വന്നത്, ഇന്ന് നമ്മുടെ എഡിറ്റിംഗ് ഓപ്ഷൻ തുടങ്ങേണ്ടതാണല്ലോ. അപ്പോൾ അതിലും മാറ്റമുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ ഷെഡ്യൂൾ ചേഞ്ച് വരുന്നതാണ്. അപ്പോൾ എഡിറ്റിംഗ് വരുന്നത് 6-7 തീയതിയിലേക്കാണ് എഡിറ്റിംഗ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഡിറ്റിംഗ് ചെയ്യാൻ കഴിയും എന്നൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. ഇവിടെ നമുക്ക് ഇമെയിൽ ഐ ഡിയും പാസ്വേഡും, അതായത് നിങ്ങളുടെ ഫോൺ നമ്പർ ബന്ധപ്പെട്ട പാസ്വേഡ്, ഇതൊന്നും എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അതുമായി ബാക്കിയുള്ള എല്ലാ പ്രോസസ്സും എഡിറ്റ് ചെയ്യാം. അതായത് നിങ്ങളുടെ റിസർവേഷൻസ്, OBC, അതിന് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ മറ്റെല്ലാ ഡീറ്റെയിൽസും നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. NSS ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊക്കെ കഴിയും. പിന്നെ അവിടെ നിന്ന് നിങ്ങളുടെ കോളേജിൻ്റെ സെഷനിലേക്ക് വരുമ്പോൾ കോളേജ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം, റീഅറേഞ്ച് ചെയ്യാം, ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കി ചെയ്യുക. പ്രീവിയസ് ഇൻഡെക്സ് മാർക്കൊക്കെ നോക്കുക. പിന്നെ അതാത് കോളേജിൽ ഹെൽപ്പ് ഡെസ്ക് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് കയറിയ വിദ്യാർത്ഥി ഇൻഡെക്സൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് സാധ്യത അനുസരിച്ച് കൊടുക്കാം. ഓക്കെ, അതിനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കി നിങ്ങൾ ചെയ്യാം. പിന്നെ വിചാരിച്ച് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, നമുക്കിപ്പോൾ കിട്ടിയ കോളേജ് കളയാൻ കഴിയുമെന്ന്. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇപ്പോൾ നിലവിലില്ല. കിട്ടിയ കോളേജ് കളയാൻ കഴിയില്ല. ഓക്കെ, ബാക്കിയുള്ള എഡിറ്റിംഗാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അതൊരു ഓപ്ഷനെ വെക്കേണ്ടതാണ്. പിന്നെ ഏതെങ്കിലും കാരണവശാൽ ഇവിടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്തു പോയ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അത് എഡിറ്റിംഗ് വരുത്തിയിട്ട് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൂടി എഡിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് മാൻഡേറ്ററി അടയ്ക്കാണ്ട് അങ്ങനെ കാരണവശാൽ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് ലേറ്റ് രജിസ്ട്രേഷൻ അല്ല. പുതിയതായി അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അതിന് വേറൊരു സമയം വരുന്നുണ്ട്, നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ചോദിക്കാവുന്നതാണ്. എനിക്ക് പേഴ്സണൽ മെസ്സേജിൻ്റെ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ കമൻറ്റ് വഴി നമുക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ അത് മറുപടി നൽകുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.